പറഞ്ഞു. നിങ്ങൾ ശാന്തരായിരിക്കും. ഇവനോട് ഞാൻ സംസാരിച്ചോളാം. ആരും എന്നോട് സംസാരിക്കണ്ട. എന്റെ സ്ഥലം ഞാനത് കുഴിക്കും, നികത്തും. സ്ഥലം നിങ്ങളുടേതാണ്, സമ്മതിച്ചു. പക്ഷെ അതിൽ കൃഷി ചെയ്യുന്ന ഞങ്ങളാണ്. ആരും ഇത് കൃഷി ചെയ്യണ്ട. അത് തീരുമാനിക്കേണ്ടത് നിങ്ങളല്ല. പിന്നെ ആരാടാ? നിന്റെയൊക്കെ തൊണ്ടമാരോ? എന്ത് വരുന്നു? ശങ്കര, നമ്മളിവിടെ വഴക്കുണ്ടാക്കാനല്ല വന്നിരിക്കുന്നത്. പണിക്കിറങ്ങുന്ന ഇവിടെ മണ്ണിട്ട് നികത്തിയാൽ ഇതിനപ്പുറമുള്ള വയൽ വെള്ളം കിട്ടാതെ നശിക്കും. അതിനാര് സമാധാനം പറയും? ഒരുത്തരോട് സമാധാനം പറയേണ്ട കാര്യം എനിക്കില്ല. ഇതെന്റെ സ്ഥലം. ഇവിടെ മണ്ണിറക്കി കൃഷി നശിപ്പിക്കാനാണ് ഭാവമെങ്കിൽ ഞങ്ങളുടെ നെഞ്ചിൽ ചവിട്ടി നിന്നുകൊണ്ടേ ഇവിടെ നികത്താൻ പറ്റൂ. തീർച്ച. എങ്കിൽ നിന്റെയൊക്കെ നെഞ്ചിൽ ചവിട്ടി നിന്നുകൊണ്ട് ഞാനിവിടെ നികത്തും, ഫാക്ടറി പണിയും. ധൈര്യമുണ്ടെങ്കിൽ എതിർക്ക്. ധൈര്യമുള്ളവരുണ്ടെന്ന് കാണിച്ചു തരേണ്ടി വരും. ആരുമില്ലേടാ ഇവന്റെയൊക്കെ പല്ലെടുക്കാൻ. പണിക്കരെ, പല്ലെടുക്കാൻ വരുന്നവൻ ആരായിരുന്നാലും അവന്റെ എല്ല് ചവിട്ടി ഒടിച്ചിട്ടേ ഞങ്ങൾ പോകൂ. ധിക്കാരി, എന്റെ മുഖത്ത് നോക്കി എന്നെ പണിക്കരെ എല്ലാവരും വിളിച്ചിട്ടില്ല. എന്നാൽ ഇപ്പൊ കേട്ടല്ലോ, ശരീരത്ത് മണ്ണ് പറ്റാതിരിക്കണമെങ്കിൽ പണിക്കരങ്ങോട്ട് മാറി നിൽക്കുന്നതാണ് നല്ലത്. ഈ മണ്ണിൽ ജനിച്ചു വളർന്ന ഞങ്ങളെ പട്ടികളെ പോലെ കരുതിയ കാലം പോയി. പണിക്കരെ, മണ്ണിൽ പണിയെടുക്കുന്ന ഞങ്ങൾക്ക് അഴിക്കാൻ കൈ കടം വാങ്ങേണ്ട കാര്യമൊന്നുമില്ല. ഓർമ്മിച്ചോ? മിസ്റ്റർ, എന്തു വേണം? ഒരാളുടെ ഭൂമിയിൽ അയാൾക്ക് അവകാശമില്ലെന്ന് പറയുന്നത് തെറ്റല്ലേ? അത് ചോദിക്കാൻ താനാരാ? ഞാൻ ആരുമായിക്കോട്ടെ, കേട്ടപ്പോൾ ന്യായം പറയണമെന്ന് തോന്നി. ആവശ്യമുള്ളപ്പോ തന്നെ ആളേറ്റ് വിളിപ്പിക്കാം. വിളിക്കാതെ വന്ന് ഈ കാര്യത്തിൽ മറുപടി പറയാമെന്ന് തോന്നുന്നു. കൃഷിക്കാരുടെ പ്രശ്നം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. കൂലിക്ക് വന്നവരുടെ അഭിപ്രായം ഇവിടെ ആവശ്യമില്ല. എന്റെ ഭൂമിയിലാണിത് നടന്നിരുന്നതെങ്കിൽ അവിടെ ഒരു ചോരപ്പുഴ ഒഴുകുമായിരുന്നു. ഇതിന്റെ ഉടമസ്ഥൻ ഒരു പാവം. മതി മതി, കൂടുതൽ പ്രസംഗിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം. എങ്കിൽ നിന്ന് അടിക്ക്. നാട്ടുകാരല്ലാത്ത ഞങ്ങൾക്ക് അതെങ്കിലും കാണാമല്ലോ. എഞ്ചിനീയറുടെ റിപ്പോർട്ട് അനുസരിച്ചാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഗവൺമെന്റിൽ നിന്ന് ഒരു തീരുമാനം ഉണ്ടാകുന്നവരെ നിലം നികത്താൻ പാടില്ല. തോട് വെട്ടുകയും വരുത്. ഞങ്ങൾ കാത്തിരിക്കാൻ തയ്യാറാണ്. അതൊക്കെ ഞങ്ങൾ നോക്കണം. എല്ലാരും പിരിഞ്ഞു പോകണം. ആരും നിൽക്കണ്ട അവിടെ. എല്ലാരും പിരിഞ്ഞു പോകണം. വേവാട്ടെ. ഞങ്ങളുടെ മണ്ണിൽ തൊട്ട് കളിച്ചാൽ അക്കളി തീക്കളി സൂക്ഷിച്ചു. 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 മണ്ണ് രക്ഷിക്കാൻ ഒരു നേതാവ്. നമുക്ക് പറ്റുന്ന ഒരു തുറുപ്പിയിട്ടാണവൻ. കാര്യങ്ങളെല്ലാം ഞാൻ തുറന്നു പറഞ്ഞു. എന്ത് സഹായം ചെയ്യാനും അവൻ തയ്യാറാണ്. കൃഷിക്കാരുടെ മുമ്പിലേക്ക് എറിഞ്ഞു കൊടുക്കാൻ പറ്റിയ നല്ലൊരു ആയുധം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം നടക്കട്ടെ. ഉടനെ ഏർപ്പാട് ചെയ്യാം. നീ ഏതാടി? കാര്യം പറ. എന്താ നീ പിടിച്ചോണ്ട് വന്നേ? ഇവൾ എന്റെ പെണ്ണാണ്. വിളിച്ചോണ്ട് പോയിക്കോ. വാടി ഇവിടെ. യവൻ നിന്റെ ആരാ? എന്റെ ആരുമല്ല. ഓഹോ, അങ്ങനെയാണല്ലേ. അവള് വരുന്നില്ല, താൻ പോയിക്കോ. ഞാൻ അവളെ ഇങ്ങോട്ടേ പോകൂ. പോകാം. വിടറ അവളെ. അത് പറയാൻ താനാ? ഇപ്പൊ മനസ്സിലായോ ഞാൻ ആരാണെന്ന്? നീ ഏതാ? ഞാൻ ആ വയലിന്റെ അടുത്ത താമസം. നീ പോയിക്കോ. ഇനി അവൻ ശല്യം ചെയ്യാൻ വരില്ല. എടകളേ, എന്തോ ഇങ്ങ് വാടാ. ഇവളെ വീട്ടിൽ കൊണ്ടാക്കിട്ട് വാ. ശരി. അമ്മാവൻ തിരക്കിയെന്ന് അമ്മ പറഞ്ഞു. രമണിയുടെ പരീക്ഷ കഴിഞ്ഞു. അടുത്ത മാസം നിങ്ങളുടെ വിവാഹം. അമ്മാവൻ എന്നോട് ക്ഷമിക്കണം. രമണിയെ വിവാഹം കഴിക്കാൻ എനിക്കിഷ്ടമല്ല. കാരണം മറ്റൊരുത്തിന്റെ പിന്നാലെ നടക്കുന്ന പെണ്ണിനെ എനിക്ക് ആവശ്യമില്ല. അമ്മാവൻ എന്ത് പറഞ്ഞതാ? ഞാൻ ആരാണെന്ന് അറിയാമല്ലോ. അറിയാം. എന്റെ അമ്മാവൻ. ഞാൻ അമ്മാവന്റെ അനന്തരവനും. ഞാനും തീരുമാനിച്ചാൽ അത് നടക്കും. അമ്മാവന്റെ അതേ സ്വഭാവം എനിക്കും ഉണ്ടാവുന്നതിൽ തെറ്റില്ലല്ലോ. ശേഖര, അമ്മാവനോട് ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്? ചേച്ചിയാണ് ഇവൻ ഇത്ര വഷളാക്കുന്നത്. കല്യാണം കഴിയുമ്പോഴേക്കും അതൊക്കെ ഒന്ന് മാറും പോകുന്നു കുട്ടി. അടുത്ത 15-ന് ഞാൻ തീയതി കുറിക്കും. പക്ഷെ വരണ്ട സ്ഥാനത്ത് ഞാൻ മിണ്ടാരിയടാ. ഞങ്ങൾ ഇറങ്ങട്ടെ. പോകാം.
ഏത് മുറയിലാടി ഞാൻ നിന്റെ അണ്ണനായത്? ഇഷ്ടമുള്ള ആളുകൾ എല്ലാരും അങ്ങനെയാ വിളിക്കുന്നത്. എന്നെ നീ അങ്ങനെ ഇഷ്ടപ്പെടണ്ട. എന്നെ വഴിയിലൊന്ന് ഇറക്കി തരണം. മനസ്സിലെങ്കിലും ഞാൻ ഇറങ്ങില്ല. എന്തോ നാടി ഇറങ്ങി പോയി. അപ്പോൾ എനിക്ക് ചെയ്തു തരേണ്ട സഹായം മനസ്സിലായല്ലോ. അങ്ങനെ ഒരു സഹായം ചെയ്തു തന്നാൽ ചോദിക്കുന്ന എന്തും ഞാൻ തരും. അപ്പോ കർഷകരെ എതിർക്കണം, അവരുടെ യൂണിയൻ തകർക്കണം, അല്ലേ? അതെ, അത് ഞാൻ ഏറ്റു. മതി. അവർ തോട് വെട്ടരുത്. അതെന്റെ ഒരു ആവശ്യം കൂടിയാണ്. വേണ്ടി വന്നാൽ ആ ഭൂമി നിനക്ക് പാട്ടത്തിന് നന്നായി ഞാൻ രേഖയുണ്ടാക്കും. എങ്കിൽ ഇനി അവിടെ ഒരു പുല്ലനും കാലുകുത്തുക. കർഷക നേതാവെന്ന് പറഞ്ഞു നടക്കുന്ന ആ രതിയെ എനിക്കൊരു പാഠം പഠിപ്പിക്കണം. എന്റെ മുഖത്ത് നോക്കി കൂലിക്ക് വന്നവൻ എന്ന് വിളിച്ച് അവനെ ഞാൻ വെറുതെ വിടില്ല. അവന്റെ മുഖത്ത് കാറി തുപ്പിയിട്ട് എനിക്ക് പറയണം ആ ഭൂമി എന്റേതാണെന്ന്. എന്തും പറയാനും പ്രവർത്തിക്കാനും ധൈര്യമുള്ള ഒരു തന്റേടിയാണ് നീയെന്ന് അവനെ കാണിച്ചു കൊടുക്കുക. സാറേ, അതിനൊക്കെ ഒരു പ്രത്യേക ലൈൻ എന്റെ കയ്യിലുണ്ട്. ധൈര്യമായിട്ട് പോ, നിന്റെ പുറകിൽ ഞാനുണ്ടാവും. ഓക്കെ, ബൈ. നിങ്ങൾ ആരാണെന്നോ എവിടെ നിന്നോ വരുന്നോന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കേട്ടോ? എന്താ? ഇത് കൃഷിക്കാരുടെ പ്രശ്നമാണ്. ഇതിൽ ഇടപെടരുത്. ഒരുത്തന്റെ ഉപദേശം എനിക്ക് ആവശ്യമില്ല. 1 ഇഞ്ച് ഭൂമി ഞാൻ വിട്ടുതരില്ല. നിങ്ങളുടെ ഭൂമിയോ? അതെ, ആ ഭൂമി പണിക്കിറങ്ങുന്ന എനിക്ക് പാട്ടത്തിന് തന്നിരിക്കുക. അത് കൃഷിക്കാരായി ഞങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടിയാണ്. ആര് തോറ്റാലും എനിക്ക് പ്രശ്നമല്ല. പക്ഷെ എന്റെ ഭൂമിയിൽ കൂടി ഒരു തോട് വേണോ വേണ്ടയോ എന്ന് നിശ്ചയിക്കേണ്ടത് ഞാനാണ്. കൂടുതൽ പേർക്ക് നന്മയുണ്ടാകുന്ന പദ്ധതിയിൽ ചിലർക്ക് ദോഷം വന്നു വരും. നാട്ടുകാരെ നന്നാക്കാമെന്ന് ഞാൻ ആർക്കും കരാറൊന്നും എഴുതി കൊടുത്തിട്ടില്ല. കൃഷിക്കാരുടെ ആവശ്യങ്ങൾ കണ്ടില്ലെന്ന് വെക്കാൻ ഞാൻ തയ്യാറല്ല. എടോ, അത് പറയാൻ താനാരാ? ഈ നാടിന്റെ രക്ഷകനോ? നാട്ടിലെ എല്ലാം എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. അത് ഏതാനും പേർ ചേർന്ന് പങ്കുവെക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. സംഗതിയൊക്കെ ശരിയാണ്. പക്ഷേ എന്റെ ഭൂമിയിൽ കൂടെ തോട് വെട്ടുന്നവന്റെ കൈ ഞാൻ വെട്ടും. അവകാശങ്ങളും അധികാരങ്ങളും വിട്ടുപോകുമെന്നുള്ള ഭയം കൊണ്ടാണ് കൂലിക്ക് തല്ലാൻ വേണ്ടി പണിക്കിറങ്ങുന്ന സുഖുവിനെ വിലയ്ക്ക് വാങ്ങിയത്. അതോർമ്മ വേണം. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. എന്നെ വിലയ്ക്ക് വാങ്ങാൻ ഇതുവരെ ഒരുത്തനും വളർന്നിട്ടില്ല. ഞങ്ങളുടെ വിയർപ്പ് കൊണ്ട് നനഞ്ഞ മണ്ണിനെ രക്ഷിക്കാൻ ഞങ്ങൾ ശക്തി പോയിച്ച് തന്നെ തോട് വെട്ടും. ഓ, എങ്കിൽ കണ്ടിട്ട് തന്നെ കാര്യം. അവിടെ വെച്ച് കണ്ടോളാം. ഓ, ചെല്ല് ചെല്ല് ചെല്ല്. നിൽക്കണേ അവിടെ. നീ എവിടെ പോയിരുന്നു? അമ്മായിയെ കാണാൻ. വരുന്ന വഴിക്ക് മറ്റാരെങ്കിലും കണ്ടോ? എന്താ ചോദിച്ചു കേട്ടില്ലേ? ഞാൻ രവിചേട്ടനെ കാണാൻ. രവിയേട്ടൻ അപമാനിക്കാനുണ്ടായവൻ കണ്ട തെണ്ടിയിലാണോ സ്നേഹിക്കാൻ കണ്ടോ? ആ സ്വത്ത്. അയ്യോ, അരുതാങ്ങുന്നേ. കുഞ്ഞകത്ത് പോ. ഇനി നീ വീട്ടിന് പുറത്തു പോകുന്നത് ഞാനൊന്ന് കാണട്ടെ. നീ ആ വാത്തുനൊന്ന് വിളിച്ചോണ്ടടാ. നിനക്കെന്താ ചെവി കേട്ടൂടെ? ഞാൻ പൊട്ടിയൊന്നുമല്ല. ഓഹോ, അപ്പൊ നിനക്ക് ചെവി കേൾക്കും. എന്തിനാ ഇവിടെ വന്നത്? ഇന്നെന്റെ പിറന്നാളാണ്. അതിന് ഞാനെന്ത് വേണം? ഇതാ ചോക്ലേറ്റ്. അത് നിന്റെ മറ്റവനെ കൊണ്ട് കൊടു. എന്റെ മറ്റവന് കൊടുക്കാനാ കൊണ്ടുവന്നത്. ആരാണ് നിന്റെ മറ്റവൻ? നിന്നെ എന്റെ കൈ കിട്ടും, സൂക്ഷിച്ചു.
മാനെന്നും വിളിക്കില്ല ഡിങ്കി 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 മാനെന്നും വിളിക്കില്ല മയിലെന്നും വിളിക്കില്ല മടത്തിൻ മണി വിളക്കി നിന്നെ ഞാൻ മോഹിനി എന്നോട് പറയാതെ അവിടെ നിന്ന് പോകുന്നല്ലേ ഇവിടെ എന്തിനു വന്നു? അല്ല ഞാൻ വന്നപ്പോ ഇവിടെയാ മോഹിനി ഇവിടെ എന്റെ നാട് എവിടെയാ? അതെയോ ഹോട്ടലിൽ ജോലി വിട്ടു. അയ്യോ ഇനി നമുക്ക് എന്നും കാണാം. വരും വീട്ടിലേക്ക് പോകാം. എവിടെയാ താവളം? എന്റെ അച്ഛനറിയില്ലേ മംഗളത്ത് വിളിക്കുന്ന കാര്യസ്ഥൻ. അയ്യോ മോഹിനി പോയിക്കോ. വരണം വരും. ഞാൻ കാത്തിരിക്കും. അയ്യോ ഞാൻ വരും. സത്യം. സത്യമായിട്ടും എന്റെ അമ്മയാണ്. ബൈ ബൈ. വാസു, എന്റെ മകളെ ചതിച്ചവൻ എന്ത് സംഭവിച്ചാലും എനിക്ക് ദുഃഖമില്ല. എന്തു വേണമെന്ന് പറഞ്ഞാൽ മതി. അത് ഞാൻ പറയാതെ തന്നെ നിനക്കറിയില്ലേ. എന്നെ എതിർത്തവരാരെങ്കിലും ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ? ഇനി എന്നോട് പ്രത്യേകിച്ച് ഒന്നും പറയേണ്ടതില്ല. വാസു പോയിക്കോളൂ. ശേഖരന്റെ കാര്യം വേണ്ട വിധം കൈകാര്യം ചെയ്തോളൂ. ആ പഴി തോട് വെട്ടുന്ന കർഷകരുടെ മേൽച്ചാരാ. ഇപ്പോഴാളുകൾ അത് വിശ്വസിക്കുകയും ചെയ്യും. എവിടെ പോകുന്നതേ? വെറുതെ ഒന്ന് വെളിയിൽ പോവാ. പോകാൻ ഞാൻ കുളക്കടവിൽ ഒത്തിരി നേരം കാത്തു നിന്നു. എന്തിന്? എനിക്കൊരു രഹസ്യം പറയാനുണ്ടായിരുന്നു. ഒരു പെണ്ണിന്റെ രഹസ്യം നീ കേൾക്കണ്ട. നിൽക്കൂ. എടി പെണ്ണെ, ഇതെടുത്തോണ്ട് പോണി. ഇതെടുത്തോണ്ട് പോവാൻ. നിങ്ങളിവിടെ വയൽ നികത്താൻ വന്നു അതോ പെൺപിള്ളേരെ ഓടിക്കാനോ? നമ്മളാരാ? ഈ നാട്ടിലെ പെൺപിള്ളേരുടെ മേൽനോട്ടക്കാരനും. അതറിഞ്ഞേ നീ പോകൂ അല്ലേ? അതാണ് എന്റെ സ്വഭാവം. ആ സ്വഭാവം ഇവിടെ ചെലവാകൂല. ഇവിടെയും ചെലവാകുമെന്നൊന്ന് നോക്കണമല്ലോ. ഇവിടത്തെ പെൺപിള്ളേരുടെ പിറകെ ഓടിയാൽ അടിച്ചു പല്ലിതായിട്ട് മനസ്സിലായോ? എനിക്കിഷ്ടമാണെങ്കിൽ അത് ഏത് നാട്ടിലും നടത്തും. ഇവിടെ വന്ന് എന്തും നടത്താമെന്ന് വിചാരിച്ചാൽ അതിനുള്ള സമ്മാനം ഇതാണ്. അടിക്കണിയ അടിക്ക്. ഓഹോ, അടവ് മാറ്റി നോക്കുകയാണല്ലേ? എന്നെ നിനക്ക് മനസ്സിലായില്ലല്ലേ? നിന്റെ ചേട്ടൻ രവിയാനടാ ഞാൻ. നിന്റെ പുറത്തുള്ള ഈ പാട് നീ ഓർമ്മിക്കുന്നില്ലേ? കൊച്ചുനാളിൽ
എന്റെ കൈതെറ്റി തിളച്ച പാല് നിന്റെ മുതുകിൽ വീണ നീ മറന്നുപോയോ? അന്ന് ആ ദുഷ്ടന്മാരുടെ പിടിയിൽപ്പെടാതിരിക്കാൻ നിന്നെയും അനുജത്തിയും ഒളിച്ചിരിക്കാൻ പറഞ്ഞിട്ട് ഞാൻ ഓടിപ്പോയത് നിനക്ക് ഓർമ്മയില്ലേ? ചേട്ടാ ചേട്ടാ, സാരമില്ല. സുശീലേ, സുശീലേ, അവൾ ഇതെല്ലാം കണ്ടുപോയെന്ന് ഓടിപ്പോ വീട്ടിലെത്തിയിരിക്കും. അവൾ ചേട്ടന്റെ, അവൾ എന്റെ അനുജത്തി. അവളുടെ അച്ഛനാണ് എന്നെ വളർത്തിയത്. സുഖു, നമ്മുടെ അമ്മണി എവിടെ? അവൾക്ക് സുഖമാണോ? അവൾക്ക് എന്തു പറ്റി? കൈവിട്ടുപോയി ചേട്ടാ. അന്ന് മുതൽ നിങ്ങളെ രണ്ടുപേരെയും ഞാൻ അന്വേഷിക്കാത്ത സ്ഥലമില്ല. എന്നെങ്കിലും നിങ്ങളെ കണ്ടെത്താൻ കഴിയുമെന്നായിരുന്നു എന്റെ വിശ്വാസം. നമ്മളെ തെരുവിലിറക്കിയവന്മാരെ. ചേട്ടാ, എന്തു പറ്റി? ഒന്നുമില്ല, വരൂ, എല്ലാം വിശദമായി പറയാം. ഇവിടെ വന്നതുകൊണ്ടാണമ്മേ. എന്റെ ചോര തന്നെ വേണമായിരുന്നു ഗോവിന്ദന് കൈ കഴുകാൻ. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു. അമ്മണി, ഇന്നു മുതൽ നീ എന്റെ മോളാണ്. ഇവിടുന്ന് നിന്നെ ഇറക്കി വിടാൻ വരുന്നവൻ ആരാണെന്ന് എനിക്കൊന്നറിയണം. ഞാനും ഗോവിന്ദനും ഒരമ്മയുടെ വയറ്റിൽ പിറന്നവരാണ്. അവനുള്ള വാശിയും ധിക്കാരവും എനിക്കുമുണ്ട്. നീ വിഷമിക്കണ്ട മോളെ. ഇക്കാര്യങ്ങളെല്ലാം ഓർമ്മിക്കാനുള്ള പ്രായം അന്ന് നിനക്കില്ലായിരുന്നു. നമ്മുടെ അച്ഛന്റെ ഘാതകന്മാരാണ് മംഗലത്തെ പണിക്കരും കോയിക്കലെ കുറുപ്പും. നമ്മുടെ അച്ഛന്റെ ഘാതകന്മാരുടെ രക്തം കൊണ്ട് തന്നെ ഞാൻ കൈ കഴുകും ചേട്ടാ. തീർച്ച ഞാൻ അവന്മാരെ കാണാൻ പോവുകയാണ്. ധൃതി വെക്കാതെ അനിയ, ആവേശം കൊണ്ട് കാര്യം നടക്കാൻ പോകുന്നില്ല. സമയം വരുമ്പോൾ നിന്നെ ഞാൻ കൂട്ടിക്കൊണ്ടുപോകും. ഇനി കാത്തിരിക്കാൻ വയ്യ. സുഖു, പണിക്കർക്ക് ആൾബലം കൂടുതലാണ്. ആൾബലം എനിക്കൊരു പ്രശ്നമല്ല. നീ ഒന്ന് സമാധാനപ്പെട്. ഇവിടെ പണിക്കർക്കെതിരായി ഒരു ശക്തി വളർന്നു വരുന്നുണ്ട്. അത് നമുക്ക് സഹായമായിരിക്കും. ചെവിറോഞ്ഞിന്റെ മരണത്തെപ്പറ്റി അന്വേഷിക്കാമെന്ന് ഇൻസ്പെക്ടർ യൂണിയൻ ഓഫീസിൽ കാത്തിരിക്കുന്നു. നീ ഇവിടെ ഇരിക്കെ, ഞാനിപ്പോ വന്നേക്കാം. കാപ്പി കൊണ്ടുവരട്ടെ? നിന്റെ സൽക്കാരമൊന്നും എനിക്ക് വേണ്ട. എങ്കിലും ഇവിടെ നൂണ് കഴിച്ച് ഞാൻ വിടൂ. അങ്ങനെ എന്നെ പിടിച്ചു നിർത്താൻ ഒരുത്തിയും വളർന്നിട്ടില്ലടി. എന്ത് ചോദിച്ചാലും കോപം തന്നെ. ഒന്ന് ചിരിച്ചു കാണാൻ എന്ത് കൊതിയാണെന്ന്. ഓടിയകത്ത് ശൃംഗരിക്കാൻ വന്നിരിക്കുന്നു. എനിക്ക് സുഖേട്ടനെ ഇഷ്ടമാണ്. എന്റെ അടുത്ത് വന്നാൽ അടിച്ചു നിന്റെ പല്ല് ഞാൻ താഴെ ഇടും. സുഖേട്ടന്റെ തല്ലുകൊള്ളാനും എനിക്കിഷ്ടമാണ്.